നെടുമ്പ്രം മുളമൂട്ടിൽപ്പടി പമ്പ ബോട്ട് റേസ് ഫിനിഷിംഗ് പോയിന്റ് റോഡിനോട് ചേർന്ന ഭാഗത്താണ് പമ്പയുടെ തീരം ഇടിയുന്നത്. 3 അടി കൂടി തകർന്നാൽ കിടപ്പുമുറിയും അടുക്കളയും നദിയിലേക്ക് പതിക്കുമെന്ന അവസ്ഥ. ശനിയാഴ്ച രാത്രി 9 മണിയോടെ വീട്ടിലേക്ക് വരികയായിരുന്ന ഇട്ടിയുടെ മകൻ എബ്രഹാം റോഡ് ഇടിഞ്ഞതിനെ തുടർന്ന് ആറ്റിൽ വീണു. പിന്നാലെ നെടുമ്പ്രം വിന്നേഴ്സ് ക്ലബ് അംഗങ്ങൾ നടവഴി താൽക്കാലികമായി അറ്റകുറ്റപ്പണി ചെയ്തു. ഇഷ്ടംപോലെ ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. വള്ളംകളിക്കാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. എല്ലാം ഇടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ഇട്ടിക്കുര്യനും സഹോദരനും വികലാംഗനുമായ സണ്ണിക്കുര്യനും ഉൾപ്പെടെ 6 പേരാണ് വീട്ടിൽ കഴിയുന്നത്. 2018 പ്രളയകാലത്ത് ഇവിടെയുണ്ടായിരുന്ന സംരക്ഷണ ഭിത്തിയുടെ 50 അടിയോളം ഭാഗം വെള്ളം കൊണ്ടുപോയിരുന്നു. ആറിന്റെ ഒഴുക്ക് ഒരു സൈഡിൽ നിന്ന് വന്ന് ഇത് ഇടിച്ച് രാഗി മുഴുവൻ അണ്ടയാണ്. താൽക്കാലികമായിട്ട് ഒന്ന് കുത്തിവെക്കാനേ പറ്റത്തുള്ളൂ. ഭയങ്കര വല്ലാത്ത ദുരവസ്ഥയിലാണ് ഈ കുടുംബം കഴിയുന്നത്. സംരക്ഷണ ഭിത്തി തകർന്ന ഭാഗത്തുകൂടി ഇരച്ചെത്തുന്ന വെള്ളമാണ് തിരുവല്ല അമ്പലപ്പുഴ പാതയിൽ നെടുമ്പ്രത്ത് വെള്ളക്കെട്ടിന് ഇടയാക്കുന്നത്. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത്, ഞങ്ങൾ വിന്നേഴ്സിന്റെ അംഗങ്ങളാണ് ഇത് മുഴുവൻ, ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ഞങ്ങൾ ചെയ്യുന്നു. ബാക്കി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹത്തിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. സംരക്ഷണ ഭിത്തിയുടെ തകർന്ന ഭാഗം പുനർനിർമ്മിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.